അമൃതേശ്വരിയെ നമഃ. ആരാണ് ഈശ്വരൻ? ഈശ്വരനെ എങ്ങനെ പ്രാപിക്കാം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഭഗവത്ഗീതയിലെ 10ാം അധ്യായമായ വിഭൂതി വിസ്തര യോഗത്തിലെ 8ാം ശ്ലോകം. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തത്തെ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവസമന്വിത. ഭഗവാൻ പറയുന്നു, പരമാത്മാവായ ഞാൻ എല്ലാത്തിൻ്റെയും ഉറവിടമാണ്. സർവ്വതും എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇതറിഞ്ഞ വിവേകികൾ എല്ലാത്തിലും എന്നെ തന്നെ ഭാവന ചെയ്യുന്നു, പരമപ്രേമത്തോടെ എന്നെ ഭജിക്കുന്നു. അമ്പൂറ്റിന് പറയാറില്ലേ, നിസ്വാർത്ഥരായ ഋഷിമാർ കാരുണ്യം കൊണ്ട് ഈ ലോകത്തിനായി നൽകിയ അനശ്വര സമ്പത്താണ് സനാതനധർമ്മ തത്വങ്ങൾ. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണെന്ന് സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നു. സർവചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം ദർശിച്ചതിനാൽ എല്ലാത്തിനെയും ആദരവോടെ വീക്ഷിക്കുന്ന ഒരു രീതി സനാതനധർമ്മത്തിൽ വളർന്നു വന്നു. പക്ഷിമൃഗാദികളെ പോലും നിന്ദ്യമായി കാണാതെ ഈശ്വരന്റെ പ്രത്യക്ഷമൂർത്തികളായി ഋഷിമാർ ദർശിച്ചു. അവർ പാടി, സർവം ബ്രഹ്മമയം രേ രേ സർവം ബ്രഹ്മമയം. ഇന്ന് സയൻസും പറയുന്നു എല്ലാം ഊർജമാണെന്ന്. നമ്മുടെ ദേവീദേവന്മാരുടെ ചിത്രം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു മൃഗത്തിന് അതിൽ കാണാൻ സാധിക്കും. ഭഗവാൻ ശിവന്റെ ചിത്രത്തിൽ സർപ്പം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രത്തിൽ ഗോക്കൾ, ഭഗവാൻ ഗണപതിയുടെ ചിത്രത്തിൽ മോഷിക്കൻ എന്നിങ്ങനെ. ഇതിലെല്ലാം ഒരു തത്വമുണ്ട്. അമ്പൂറ്റിന് പറയാറില്ലേ, ആകാശങ്ങൾക്കപ്പുറം സിംഹാസനത്തിലിരിക്കുന്ന ആളല്ല ഈശ്വരൻ, മറിച്ച് സർവചരാചരങ്ങളുടെയും അന്തരാത്മാവാണ് ഈശ്വരൻ. ഫലം ഇച്ഛിക്കാതെ നിഷ്കാമ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്തിലും ഏതിലും ആ ചൈതന്യത്തെ ദർശിക്കാൻ ആവും. ഇത് മനസ്സിലാക്കി നമ്മൾ ഈശ്വരനെ ഭജിക്കണം. ഈശ്വരനെ ആരാധിക്കുന്നത് ഈശ്വരീയ ഗുണങ്ങളായ ക്ഷമ, കാരുണ്യം, ദയ, സ്നേഹം നമ്മളിൽ വളരാനാണ്. തേങ്ങയാണോ തെങ്ങാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? തേങ്ങ ഉണ്ടാവണമെങ്കിൽ തെങ്ങും വേണം, തെങ്ങുണ്ടാവണമെങ്കിൽ തേങ്ങയും വേണം. അപ്പോൾ രണ്ടിനും മറ്റൊരു കാരണം ആവശ്യമല്ലേ? അതാണ് ഈശ്വരൻ. ഈശ്വരൻ എല്ലാത്തിനെയും മൂലകാരണമാണ്, സർവസ്രാഷ്ടാവാണ്. ഇത് പറയുമ്പോൾ അമ്പൂറ്റിയമ്മയുടെ ഭജനം ഓർമ്മ വരുന്നു. സൃഷ്ടിയും നീയേ, സൃഷ്ടാവും നീയേ, ശക്തിയും നീയേ, നിത്യവും നീയേ. സൃഷ്ടിയും നീയേ, സൃഷ്ടാവും നീയേ, ശക്തിയും നീയേ, നിത്യവും നീയേ. ദേവി 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 ദേവി. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈശ്വരൻ എന്നത് ഒരു സത്യമായി നിലകൊള്ളുന്നു. വിവേകികൾ ഈശ്വരനെ ആരാധിച്ച് പരമപദം പോകുന്നു. നിഷ്കളങ്കമായ പ്രേമഭക്തിയിലൂടെ മാത്രമാണ് ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കുന്നത്. ഭഗവാൻ നമ്മളെ നേരത്തെ ഓർമ്മിപ്പിക്കുന്നു, നമേ ഭക്ത പ്രണശ്യതി എന്ന്. എന്നും ശരണം പ്രാപിക്കുന്ന ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്ന്. ഇത് പറയുമ്പോൾ പ്രഹ്ലാദനെയാണ് ഓർമ്മ വരുന്നത്. അച്ഛനായ ഹിരണ്യകശിപുവിൻ്റെ അഹങ്കാരത്തിനും ദുഷ്ടപ്രവൃത്തിക്കും മുമ്പിൽ ഒട്ടും തന്നെ ഭയമില്ലാതെ ഈശ്വരനിൽ ശരണം പ്രാപിച്ചിരുന്നു പ്രഹ്ലാദൻ. ഈശ്വരൻ തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ തോണിൽ നിന്ന് നരസിംഹമൂർത്തിയായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അഹങ്കാരിയായ ഹിരണ്യകശിപുവിനെ വധിച്ചു. ഇതുപോലെ സൃഷ്ടിയും സൃഷ്ടാവിനെയും മാനിക്കാതെ ഈശ്വരനിൽ ശരണം പ്രാപിക്കാതെ മനുഷ്യൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്നു. ഇന്നത്തെ ലോകം നേരിടുന്ന മഹാമാരിയായ കൊറോണ മുതലായ പ്രശ്നങ്ങൾക്കും കാരണം ഇത് തന്നെയല്ലേ? ഈശാവാസ്യം ഇതം സർവം എന്ന വേദവാക്യം പാലിച്ചുകൊണ്ട് പൂർവികന്മാർ പഞ്ചമഹായജ്ഞം തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. ഇന്നത്തെ ലോകത്ത് അതെല്ലാം നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു. അമ്പൂറ്റിയമ്മ പറയാറില്ലേ, ശരിയും തെറ്റും മനസ്സിലാക്കി വിവേകത്തോടെ ഈശ്വരനെ ശരണം പ്രാപിച്ച് പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെന്ന്. അതിനായി നമുക്ക് അമ്പൂറ്റിയമ്മയോട് തന്നെ പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരി.